ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശം പറഞ്ഞു തുടങ്ങാണ് കോടതിയിൽ. കല്യാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മകള് അവളുടെ 7-8 വയസ്സായപ്പോഴേക്കും തുടങ്ങി അവളുടെ സ്വഭാവം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എല്ലാ ആമ്പിള്ളേരും അവളുടെ പുറകയിലായിരുന്നു. പിന്നെ അപ്പോഴേക്കും കല്യാണി ഇങ്ങനെ ഇതൊക്കെ നുണയാണെന്ന് പറയുമ്പോൾ കല്യാണത്തിൽ പറയുന്നുണ്ട് ജഡ്ജി, ഇയാളുടെ സമയമാണ്, ഇയാൾ പറയട്ടെ എന്ന് പറയുവാണ്. അങ്ങനെ പ്രകാശം പറഞ്ഞു തുടങ്ങുവാണ്. അതുമാത്രമല്ല, ഞാൻ പഠിക്കാൻ വിട്ടുമായിരുന്നു 3-ാം ക്ലാസ്സിൽ. ആ സമയത്ത് ഭയങ്കര മോശമായിരുന്നു പഠിക്കാനായിട്ട്. അത് മാത്രമല്ല, ആ സ്കൂളിലെ മാഷുമാരും സ്റ്റുഡൻസൊക്കെ എപ്പോഴും പരാതിയായിരുന്നു, ഒരു ഗുണ്ടയായിരുന്നു. അവളുടെ കയ്യിലുണ്ടല്ലോ ഭയങ്കര തഴമ്പാണ്. ആ കൈ വെച്ച് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ തഴമ്പ് മാറില്ല എന്ന് പറയുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, ആഹാ, കയ്യിൽ തഴമ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെടുക്കുന്ന കുട്ടിയായിരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ, ആ, പണിയെടുക്കുമായിരുന്നു, അവൾ പഠിത്തം നിർത്തിയിട്ട് അവൾ വല്ല കൂലിപ്പണിക്കൊക്കെ പോവായിരുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം പ്രകാശം പറയുന്നുണ്ട്, അതുമാത്രമല്ല, അവൾക്ക് ഒരു 10-22 വയസ്സായപ്പോഴേക്കും ഒരു ധനികനായിട്ടുള്ള ഒരു യുവാവിനെ അവൾ പ്രണയിച്ചു, ഒരു മണ്ടൻ ധനികനെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. പിന്നെ എൻ്റെ ഒരു ഭാര്യയുണ്ട്, അവൾക്ക് പണം നോക്കി പോണവളായതുകൊണ്ട് ഇവളുടെ വീട്ടിൽ ഭയങ്കര സൗകര്യമുള്ളതുകൊണ്ട് അവളും എന്നെ കളയായിട്ട് രണ്ടാമത്തെ മകളായ കല്യാണിൻ്റെയും അവളുടെ ധനികനായ മണ്ടൻ ഭർത്താവിൻ്റെയും കൂടെ പോയി നിന്നു. സാറേ, സത്യം പറയാലോ, ഇവളൊരു 10-15 വയസ്സായപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇവളുണ്ടല്ലോ പേരുദോഷം കേൾപ്പിച്ച ഒരു മകളാണ് എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോൾ കല്യാണി പൊട്ടിത്തെറിക്കും കേട്ടോ. നുണയാണ് ഇയാൾ പറയണത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രകാശം പറഞ്ഞ സത്യമാണ് സാർ, ഒരു മകളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ കള്ളം പറയോ? ഇല്ല സാർ, എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ ഈ കല്യാണി പേരുദോഷം കേൾപ്പിച്ചു സാർ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ ജഡ്ജി, ഓക്കെ, നിങ്ങൾക്ക് പോകാം എന്ന് പറയാണ്. ഓക്കെ യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അവിടുന്ന് കല്യാണം നോക്കി ഒരു പുച്ഛത്തോടു കൂടി ഒരു ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രകാശിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, ഇനി ഈ കോടതിക്ക് മുമ്പിൽ ഞാൻ ഒരു സാക്ഷിനെ കൂടി ഹാജരാക്കാണ് യുവർ ഓണർ. ഓക്കെ, യു ആർ പ്രൊസീഡ് എന്ന് പറയുവാണ്. അങ്ങനെ ഒരു ശോഭ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിനെ വിളിക്കുവാണ്. അത് വിക്രത്തിനെ കല്യാണി തല്ലിയ സമയത്ത് അവിടെ ഉണ്ടായ ഒരു പുള്ളിക്കാരത്തി ആട്ടോ. അങ്ങനെ ശോഭ അതിനെ വിളിക്കുമ്പോൾ ആ പുള്ളിക്കാരത്തി വരുന്നുണ്ട്. അപ്പോൾ ആ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു യുവറാണ്, പിന്നെ സത്യം മാത്രമേ പറയുള്ളൂ. അന്ന് ആ സമയത്ത് റോട്ടിലരികിൽ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പെൺകുട്ടി അനിയെന്ന് പറഞ്ഞ വിക്രം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പെൺകുട്ടി പൊതിരെ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഇപ്പുറത്തെയും കവിളിൽ മാറി മാറി അടിക്കുമായിരുന്നു. ആ ചെറുപ്പക്കാരെ ആ അടിയെല്ലാം കൊണ്ട് നിൽക്കുമായിരുന്നു യുവർ ഓണർ. ഈ പുള്ളിക്കാരത്തി, ഈ കല്യാണം പറഞ്ഞ പുള്ളിക്കാരത്തി ഒരു ഇതും ഇല്ലാതെയാണ്, ഈ ചെറുപ്പക്കാരനൊന്നും പറയാതെയാണ് അങ്ങോട്ടേക്ക് പോയി അടിച്ചത്. ഞാനത് വ്യക്തമായിട്ട് കണ്ടതാണ് എന്ന് പറയുവാണ്. ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, ഓക്കെ, നിങ്ങൾക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ ശോഭ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട്, ഇനി എതിർഭാഗത്തിനെ വാദിക്കാൻ വേണ്ടി ആരാണ് വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, യുവർ ഓണർ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതിക്ക് മുമ്പിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെയാണ് വാദിക്കണം, എൻ്റെ ഈ കേസ് എനിക്ക് തന്നെ വാദിക്കണം എന്ന് പറയുകയാണ്. ഓക്കെ, ഞാൻ കണ്ടിരുന്നു, ഓക്കെ, നിങ്ങൾക്ക് വാദിക്കാം എന്ന് കല്യാണി എടുത്ത് പറയുകയാണ്. ഓക്കെ യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുവാണ്. എന്നിട്ട് ജഡ്ജി എടുത്ത് പറയുന്നുണ്ട്, യുവർ ഓണർ, എനിക്ക് ആദ്യം തന്നെ ചോദ്യം ചെയ്യേണ്ടത് കായൽവാരത്ത് പ്രകാശൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛനെയാണ് എന്ന് പറയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ കായൽവാരത്ത് പ്രകാശൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശൻ അങ്ങോട്ട് പിന്നെ പ്രതികൂട്ടി വന്ന് നിൽക്കുക കേട്ടോ. അതിനുശേഷം കല്യാണി ചോദിക്കേണ്ട, നിങ്ങളുടെ പേരെന്താണ്? അത് നീ ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ പേരെന്താണെന്ന്. അപ്പോഴേക്കും ജഡ്ജി പറയുന്നുണ്ട്, അവർ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ അങ്ങോട്ടൊന്നും ചോദ്യം വേണ്ട. സോറി യുവർ ഓണർ, എൻ്റെ പേര് പ്രകാശൻ, കായൽവാരത്ത് പ്രകാശൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, മാഡം, കായൽവാരത്ത് പ്രകാശൻ ശരിക്കും പറഞ്ഞാൽ ആ പേര് ആ തറവാടിനെ കിട്ടിയത് വെറുതെ ഒന്നുമല്ല കേട്ടോ, കായൽവാരത്ത് തന്നെയായിരുന്നു ആ വീട്. ശരി, കായൽവാരത്ത് പ്രകാശിൻ്റെ വീട്ടിൽ തൊഴുത്തുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് പ്രകാശൻ കണ്ടു, തൊഴുത്തുണ്ടായിരുന്നു. ഓക്കെ, തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഒരു 5-6 കന്നുകാലികൾ ഉണ്ടായിരുന്നു. ശരി, കന്നുകാലികളുടെ കൂടെ വേറൊരു മനുഷ്യക്കോലം ആ തൊഴുത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് പ്രകാശൻ കല്യാണിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കല്യാണി ചെറുപ്പത്തിൽ തൊഴുത്തിൽ കിടന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ടേ, നിങ്ങളുടെ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങളുടെ തൊഴുത്തിൽ വേറെ ഏതെങ്കിലും മനുഷ്യജീവൻ ഉണ്ടായിരുന്നോ എന്ന്. ആ സമയത്ത് പ്രകാശൻ ഒന്നും മിണ്ടാതിരിക്കുവാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, യുവർ ഓണർ, ഞാൻ ഒരു 10-22 വയസ്സ് വരെ ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. എനിക്ക് സംസാരശേഷി കിട്ടിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ, എൻ്റെ ഒരു ഓർമ്മ വന്നപ്പോൾ മുതൽ ഞാൻ തൊഴുത്തിലാണ് യുവർ ഓണർ കിടന്നിരുന്നത് എന്ന് പറയുവാണ്. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാനായിട്ട് എനിക്കിവിടെ ഒരാളെ ഹാജരാക്കണം യുവർ ഓണർ എന്ന് പറയുമ്പോൾ, ഓക്കെ, നിങ്ങൾക്ക് ഹാജരാക്കാം എന്ന് കല്യാണി പറയുവാണ്.
അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നമ്മുടെ കായൽവാരത്ത് പ്രകാശൻ മകൾ കാദംബരി എന്ന് വിളിക്കുവാണ്. അങ്ങനെ കാദംബരിയും രതീഷും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാദംബരി അങ്ങനെ പ്രതിക്കൂട്ടി പോയി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, നിങ്ങളുടെ പേര്, എൻ്റെ പേര് കാദംബരി എന്നാണ്, ഞാൻ പ്രകാശൻ്റെ മൂത്ത കുട്ടിയാണ് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ മൂത്ത കുട്ടിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിൽ പറയൂ, നിങ്ങളുടെ അച്ഛന് പെൺകുട്ടികളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല യുവർ ഓണർ, എൻ്റെ അച്ഛനെ പെൺകുട്ടികളെ ഇഷ്ടമല്ല, കണ്ണിന് നേരെ കാണുന്ന തന്നെ ഇഷ്ടമല്ല. പിന്നെ ഞാനൊരു പെൺകുട്ടിയാണ്, പക്ഷെ ഞാനൊരു പെൺകുട്ടി മൂത്ത മകളായത് കൊണ്ടിട്ടായിരിക്കാം ഒരു ചെറിയ ഇഷ്ടം എന്നോടുണ്ട്, ചെറിയ ഇഷ്ടം മാത്രം. കല്യാണിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കല്യാണി ഒരു പെൺകുട്ടിയാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിലുണ്ടെന്ന് അറിഞ്ഞ പിന്നെ ഈ അച്ഛൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ നോക്കിയതാണ് യുവർ ഓണർ. അതിനുവേണ്ടി എൻ്റെ അമ്മയുടെ ജീവൻ പോലും അയാൾ അപായപ്പെടുത്താൻ വേണ്ടി നോക്കിയാണ്, വിഷം കലക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ അനിയത്തിയായ കല്യാണിയുടെ സംസാരശേഷി പോയത് എന്ന് കാദംബരി പറയുകയാണ്. അതിനുശേഷം കാദംബരി പറയുന്നുണ്ട്, ചെറുപ്പം മുതൽ ഇവളെ തൊഴുത്തിലാണ് യുവർ ഓണർ കെട്ടിയിരുന്നത്. ഇവളെ തൊഴുത്തിൽ മാത്രമല്ല, ഇവൾക്ക് ഭക്ഷണം പോലും കൊടുക്കില്ലായിരുന്നു. കഞ്ഞിവെള്ളം കൊടുത്താൽ അതിൽ കൈയിട്ട് നോക്കുമായിരുന്നു എൻ്റെ അച്ഛൻ, അതിൽ വല്ല വറ്റുണ്ടോയെന്ന്. 1 2 വറ്റുണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയുമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ മകനായ ഞങ്ങളുടെ താഴെയുള്ള ഒരു ആളായ വിക്രത്തിനെ മാത്രമേ അച്ഛന് ഇഷ്ടമുള്ളൂ. അവന് മാത്രമേ നല്ല ഫുഡുകളും നല്ല പായയും, കിടക്കാൻ നല്ല പായയും നല്ല പാഠപുസ്തകങ്ങളും കൊടുക്കാറുള്ളൂ എന്നെ പറയുവാണ്. കല്യാണിനെ എപ്പോഴും ഉപദ്രവം മാത്രമേ എൻ്റെ അച്ഛൻ ചെയ്യാറുള്ളൂ. ജനിച്ച് വളർന്നപ്പോഴും എപ്പോഴും അവളെ കണ്ടതിന് ഒരു ചതുർത്ഥി പോലെയായിരുന്നു എൻ്റെ അച്ഛൻ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറയുവാണ്. അങ്ങനെ കാദംബരി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നടന്ന കാര്യങ്ങളൊക്കെ മണി പോലെ പറയുവാണ്. അതിനുശേഷം ജഡ്ജി പറയുന്നുണ്ട്, ഓക്കെ കാദംബരിക്ക് പോകാമെന്ന് പറയാണ്. ശരി യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് കാദംബരി അവിടെ നിന്ന് പോകുവാണ്. എന്നിട്ട് നമ്മുടെ കിരണിൻ്റെയും അതുപോലെ തന്നെ രതീഷിൻ്റെ അടുത്ത് പോയി ഇരിക്കുക കേട്ടോ. അപ്പോൾ അവർ രതീഷ് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, യുവർ ഓണർ, എൻ്റെ ചേച്ചി പറഞ്ഞത് യുവർ ഓണർ കേട്ടല്ലോ, എനിക്ക് പാഠപുസ്തകങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല യുവർ ഓണർ. 3ാം ക്ലാസ് വെച്ചിട്ട് എൻ്റെ പഠിത്തം നിർത്തിയത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ്. എൻ്റെ പാഠപുസ്തകങ്ങൾ ഇയാളും ഇയാളുടെ അമ്മയും കൂടിയിട്ട് കത്തിച്ച് കളയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ രംഗം കാണിക്കുവാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, ഞാൻ തൊഴുത്തിൽ കിടന്നുകൊണ്ട്, അവിടെ 4 കാലികളാണല്ലോ യുവർ ഓണർ കിടക്കുന്നത്, 4 കാലികളുടെ കഴുത്തിൽ ഒരു മണി കെട്ടുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിലും ഉണ്ടായിരുന്നു മണി. എൻ്റെ അമ്മ 4 കാലിയാണെന്ന് ഉദ്ദേശിച്ച് കെട്ടിയതല്ല കേട്ടോ യുവർ ഓണർ. കാരണം എനിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല. കായലരികത്ത് വീടായതുകൊണ്ട് തന്നെ കായലരികത്തേക്ക് ഞാൻ പോയി മുട്ടിലഴിയുന്ന സമയത്ത് എങ്ങാനും പോയി വീണാലോ എന്ന് പേടിച്ചിട്ട് സംസാരശേഷി ഇല്ലാത്ത എനിക്ക് അമ്മ കെട്ടിത്തന്ന മണിയാണ്. എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ ആ മണി എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സംസാരിച്ചത് ആ മണിയായിരുന്നു എന്ന് പറയുവാണ്. എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ എന്നെ തൊഴുത്തിൽ തന്നെയാണ് കിടത്തിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, ഇതിനെ വേണ്ടി ചോദിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന പ്രകാശ് എന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിക്കുവാണ് എന്ന് പറയുമ്പോൾ ആ ജഡ്ജി പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ പ്രകാശിനെ വീണ്ടും പ്രതിക്കൂട്ടി നിർത്തുവാണ്. അതിനുശേഷം കല്യാണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 3 മക്കളാണ്, രണ്ടാമത്തത് ഒരു പെൺകുട്ടിയാണ്, പേരുദോഷി കേൾപ്പിച്ച പെൺകുട്ടിയെന്ന്. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ജഡ്ജി, അദ്ദേഹം മക്കളുടെ മുഖം എപ്പോഴാണ് കണ്ടതെന്ന് പാരൻസിന് ഓർത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. എല്ലാ പേരൻസും ഓർത്ത് വയ്ക്കില്ല, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ മുഖം എപ്പോഴാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് പ്രകാശൻ കല്യാണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.